السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن بريدة رضي الله عنه قال: سمع النبي صلى الله عليه وسلم رجلا يقول: اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. فقال: لقد سأل الله باسمه الذي إذا سئل به أعطى وإذا دعي به أجاب. أخرجه الأربعة وصححه ابن حبان. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖുർആന്റെ സുലുസാണ്, 1/3. ഒരു 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ സമ്പൂർണ്ണമായി ഓതിയതുപോലെ ആകുന്ന പ്രതിഫലം അതിനുണ്ട്. അതിൻ്റെ അകക്കാമ്പോ അതിനേക്കാൾ ഗാംഭീര്യമാണ്. എന്താണ് അതിൻ്റെ സവിശേഷത? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ കേൾക്കേണ്ടായ 2 സംഭവങ്ങൾ. ഒന്ന്, ഒരു സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അതിൻ്റെ സൈന്യനായകൻ തുടർച്ചയായി സൂറത്തുൽ ഇഖ്ലാസ് നിസ്കാരത്തിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തോടുള്ള മഹബത്തും ഇമാറത്തിനോട് കാണിക്കേണ്ടുന്ന ആ ഒരു ഹുർമത്തും പാലിച്ച് അദ്ദേഹത്തെ ആരും അവഗണിച്ചില്ല. പക്ഷെ റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു. റസൂലുള്ളാഹി അന്വേഷിച്ച് പറഞ്ഞു, ഞാനതിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ചൊരു ദുആ നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന സന്തോഷ വാർത്ത അയാളോട് ചെന്ന് പറയും. അപ്പൊ ചെറുതല്ല ആ സൂറത്തുൽ ഇഖ്ലാസ്, നമുക്കറിയാം. പക്ഷെ അത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ദുആ, അതാണ് ഈ ഹദീസിലുള്ളത്. ബുറൈദ റളിയല്ലാഹു അൻഹു പറയാം, സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, റജുലൻ, ഒരാളെ. അത് ഏതെങ്കിലും ഒരാളാവില്ല, ഒരു സ്വഹാബി ആയിരിക്കും. ആ സ്വഹാബി എന്താ ചെയ്യുന്നത്? യഖൂലു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അൻത അല്ലാഹു, അല്ലാഹുവേ നീ അള്ളയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു എന്നർത്ഥം. എന്നിട്ടോ ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരും ഇല്ല. അതോടുകൂടി അൽ അഹദു, നീ ആരാ? ഏകനാണ്. അസ്വമദു, സൂറത്തുൽ ഇഖ്ലാസിലെ പദങ്ങളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. സ്വമദ് എന്താ? നിരാശ്രയൻ, ആരുടെയും ആശ്രയം ആവശ്യമില്ല. എന്നാലോ എല്ലാ കൈകളും ആശ്രയങ്ങളും അള്ളാഹുവിലേക്ക് നീളുകയും ചെയ്യും. അൻതുമുൽ ഫുഖറാഉ, നിങ്ങളൊക്കെ ദരിദ്രന്മാരും, അല്ലാഹു ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് ഗനിയും. ആ അള്ളാഹുവിനോട് അങ്ങനെ പറഞ്ഞു. അല്ലദീ ലം യലിദു വലം യൂലദു, അള്ളാഹു ഒരാളുടെയും മകനായി ജനിച്ചിട്ടില്ല, ഒരാളെയും മകനായി ജനിപ്പിച്ചിട്ടും ഇല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഒരാളും ആ അള്ളാഹുവിന് തുല്യരായിട്ട് ഇല്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകിയത്, ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹില്ലദീ അഅ്ദം, നീ അള്ളാഹുവിനോട് തേടിയതുണ്ടല്ലോ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ വെച്ച് ഏറ്റവും അഅ്ദമത്തുള്ള ഗാംഭീര്യമുള്ള വാക്കുകൾ, പേരുകൾ ഉപയോഗപ്പെടുത്തിയാണ്. ഇദാ സുഇല ബിഹി അഅ്ത വഇദാ ദുഇയ ബിഹി അജാബ, ഉത്തരം കിട്ടുന്നതും ചോദിച്ചത് ലഭിക്കുന്നതുമായ അള്ളാഹുവിന്റെ നാമങ്ങൾ മുഖേനയാണ് നീ തേടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തേടിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ശീലിച്ചു വന്ന 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച, മദ്രസയിൽ നിന്ന് പഠിച്ച, നിസ്കാരത്തിൽ നമുക്ക് ശീലമായിട്ടുള്ള, അല്ലെങ്കിൽ നിരന്തരം നാം ചെയ്യുന്ന ദുആകളോടൊപ്പം തന്നെ നമുക്കറിയുന്നത്, നമുക്ക് കഴിയുന്നത്, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏതെല്ലാം ഇസ്മുകളുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് തേടുക. ഏറ്റവും ചുരുങ്ങിയത് യാ സമീഉ യാ മുജീബ്, എല്ലാം കേൾക്കുന്നവനെ, ഉത്തരം ചെയ്യുന്നവനെ, എൻ്റെ ദുആയ്ക്ക് നീ ഉത്തരം ചെയ്യണമെന്ന് ആവർത്തിച്ച് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടും ആഴമായ വചനങ്ങൾ കൊണ്ടും അള്ളാഹുവിനോട് തേടാനും ആ തേടുന്നതിന് മുഴുവൻ ഉത്തരം ലഭിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദുആ നിർവഹിക്കുവാൻ ആവശ്യമായ
തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് കിട്ടുന്ന എല്ലാവിധ സൽഫലങ്ങളും ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്ന എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ പ്രദാനം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും നൽകി അല്ലാഹു എല്ലാവരെയും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് അവൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും വേദനയും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി സലീമായ ഹൃദയത്തോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.